ശേഷം വീണ്ടും ആവർത്തിക്കുന്നു. മൊബൈൽ പ്രണയം വഴിയുണ്ടായ മറ്റൊരു ദുരന്തം. പ്രണയത്തിന്റെ വർണ്ണക്കാഴ്ചകളിൽ മനമയങ്ങി മാതാപിതാക്കളുടെ കണ്ണുപെട്ടിച്ച് പ്രണയിച്ചു നടക്കുന്നവരോട് ശേഷത്തിന് ഒന്നേ പറയാനുള്ളൂ: നിങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ മനസ്സിന്റെ വിങ്ങൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളും ഈ പ്രായത്തിലെത്തണം. ജീവിതത്തെക്കുറിച്ച് അമൃതയ്ക്കുണ്ടായിരുന്ന സ്വപ്നങ്ങളെല്ലാം പാളം തെറ്റിയെന്ന് അമൃത മനസ്സിലാക്കിയപ്പോഴേക്കും ഒത്തിരി വൈകിപ്പോയിരുന്നു. ബന്ധുക്കളുടെ ഇടയിലായാലും നാട്ടുകാരുടെ ഇടയിലും വളരെ മാതൃകയായിട്ട് ജീവിച്ചിരുന്ന അടക്കവും ഒതുക്കവുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അച്ഛനും അമ്മയും ഒരു അനുജനുമാണ് അമൃതയ്ക്കുണ്ടായിരുന്നത്. അച്ഛൻ ഒരു ഇടത്തരം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു ഫാമിലിയാണ്. മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ അമൃതയ്ക്കുണ്ടായിരുന്നില്ല. കുട്ടിയെക്കുറിച്ച് സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളിൽ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അച്ഛനൊരു എക്സ് ഗൾഫാണ്. ഇപ്പോൾ കൈനാട്ടി കേന്ദ്രീകരിച്ച് ഒരു ഓട്ടോ ഓടിച്ച് ജീവിക്കുകയാണ്. ഒരാളോട് വേണ്ടാണ്ട് വർത്താൻ പറയുമോ, ഒന്ന് കണ്ട അറിയുന്നവരാൻ ചിരിക്കൂ, അത്രയേ ഉള്ളൂ. എവിടെയോ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ അമ്മേൻ്റെ ഒടിയോ അല്ല എൻ്റെ ഒടിയോ ആങ്ങളേൻ്റെ ഒടിയോ പോകും, വേറെ എവിടെ ഒറ്റക്ക് എടിയും പോയില്ല. ആളുകളോട് നല്ല പെരുമാറ്റമുള്ള ഈ കുട്ടി ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ്. കോഴിക്കോട് അഴിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി അമൃത പ്രകാശ് കലാരംഗത്തും കായിക രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മിടുക്കി. SLC വരെ സെൻറ് ആൻ്റണി ഗേൾസ് സ്കൂളാണ് പഠിച്ചത്. അവിടുത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പഠിച്ചു വന്നതാണ്. നല്ല മാർക്കോടുകൂടി ജയിച്ച് കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടിയാണ്. കൊക്കോ താരമാണ്. പിന്നെ ജില്ലാതലത്തിലുള്ള മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്തിരി അവിടെ സർട്ടിഫിക്കറ്റ് നോക്കി നിങ്ങൾ 10 രൂപ സർട്ടിഫിക്കറ്റ്. അതാ 1500 മീറ്റർ ഒന്നാം സ്ഥാനം, ഷോർട്ട് പുട്ട്, പിന്നെ കബഡിയിൽ, പിന്നെ മറ്റുള്ള ജാവലിങ്, പിന്നെ കൊക്കോ എന്ന് പറയുന്നുണ്ട് അതിൽ, പിന്നെ ഇപ്പം ത്രട്ടൻ പറഞ്ഞിട്ടുണ്ട്, അത് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഇപ്പം ഇക്കൊല്ലം. എന്നിട്ട് ജില്ലയിൽ പോയി. ഇത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട് ഓക്കെ. ഇപ്പം കിട്ടിയ തന്നെ ഈ കോട്ടയിലാണ് കിട്ടിയത്, സ്പോർട്സ് കോട്ടയിലാണ് സ്കൂൾ കിട്ടിയത്. ഓക്കെ, ഒന്നെങ്കിലും പോലീസാണോ അല്ലെങ്കിൽ മിലിറ്ററി പോകണം. ഇതന്നെ അവളെ എപ്പോഴും പറയല്. പോലീസിൽ സേവനം ചെയ്യുക എന്നതായിരുന്നു അമൃതയുടെ സ്വപ്നം. തന്റെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്നതിനിടെ പ്രണയം നടിച്ച് അവളുടെ കൂടെ കൂടിയ ഒരു വ്യക്തി. അയാൾ മൂലം അമൃതയ്ക്ക് നഷ്ടമായത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു. தேவதையே பொன்வாய் பேசும் தாரகையே பொய் வாழ்வின் பூரணமே பெண் பூவே வா 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 என் தேவதையே பொன்வாய் பேசும் தாரகையே பொய் ഒരു സന്തുഷ്ട കുടുംബത്തിന്റെ സന്തോഷമാണ് ഈ മൊബൈൽ കാരണം ഇല്ലാതായത്. മൊബൈൽ പ്രണയം മൂലം കോന്നിയിലെ 3 പെൺകുട്ടികൾ മരണപ്പെട്ടത് ശേഷം ചർച്ച ചെയ്തിരുന്നു.
ആര്യ, ആതിര, രാജി. ഇവിടെ അമൃതയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് കാരണമായതും മൊബൈൽ വഴിയുള്ള പ്രണയം തന്നെയായിരുന്നു. അങ്ങനെ അവളോട് ചോദിച്ച് ഈ ഫോൺ എടുത്ത് കിട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെ അടുത്തുള്ള ഒരാൾ തന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വന്നിട്ട് സംസാരിക്കുക. അപ്പോൾ അമ്മ വന്ന് സംസാരിക്കുന്ന അവൾ അലക്കുകയായിരുന്നു അവിടുന്ന്. അമ്മ വന്ന ശേഷം അവളെ വിളിച്ച് സംസാരിക്കാൻ വിളിച്ചപ്പോൾ പിന്നെ അവളെ കാണുന്നില്ല. അന്ന് ഉച്ചക്ക് ഞങ്ങൾ രണ്ടാളും ഷട്ടിൽ ബാറ്റ് കളിച്ചിട്ട് എൻ്റെ ആപ്പനവിടെ പോയതായിരുന്നു ഞാൻ. അന്നേരമാണ് ഇത് വീട്ടിൽ നിന്ന് വെച്ച് പോയത്. വരുമ്പോൾ അലക്കുന്നത് ഞാൻ രാവിലെ അലക്കിയില്ല. അമ്മ ഞാൻ കുളിച്ച ഡ്രസ്സാന്ന് പറഞ്ഞു. ഞാൻ വാതിക്കെ കുടിക്കാരി വേഗം മേശയും വെച്ച് അമൃതയെന്ന് വിളിക്കുമ്പോഴത്തേക്ക് അപ്പുറം ആരുമില്ല. ഒരിക്കലും എവിടെയും അടുത്ത വീട്ടിൽ കൂടെ പോയി നിൽക്കൂല. അമൃത പോയ ഉടനെ തന്നെ ബന്ധുക്കളായ നാട്ടുകാരും കൂടി പരിസരത്തു ബന്ധുവീടുകളിലൊക്കെ അന്വേഷിച്ചു. എന്നാൽ അമൃതയെപ്പറ്റി യാതൊരു വിവരവും നമുക്ക് ആ സമയത്ത് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ചോദിക്കുന്നതിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഇത് മൊബൈലിൽ കണ്ടുകൊണ്ട് അമ്മ എന്തെങ്കിലും ചീത്ത പറയുന്നു ചോദിച്ചിട്ടോ എന്നറിയില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അമൃതയോട് പഠിക്കുന്ന കുട്ടികളൊക്കെ സഹപാഠികളൊക്കെ ബന്ധപ്പെട്ടപ്പോഴാണ് അമൃത സ്കൂളിൽ വെച്ച് അമൃതയ്ക്ക് ഒരു കുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു, സ്നേഹബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. 7 മണിക്ക് അവളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ഇൻഷാർദുമായിട്ട് ഒരു ബന്ധമുണ്ട് പറഞ്ഞ് അവളാണ് ഈ നമ്പർ തരുന്നത് ഞങ്ങൾക്ക്. ഇവിടെ തന്നെ സ്കൂളിൻ്റെ പരിസരത്തുള്ള ഒരു കുട്ടിയായിട്ട് ഈ കുട്ടി ലവ് അഫെയറിൽ പെട്ടതായിട്ട് ജനങ്ങൾ പറയുന്നുണ്ട്. സ്കൂളിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള വിവരമൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമായി ഒക്കെ ഞങ്ങൾ നാടുകൾ തിരയുമ്പോഴാണ് മുക്കാൽ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ശവശരീരം കണ്ടതായി ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. പിന്നെ 8 മണിക്കാണ് ഇത് നടന്നതെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ രാവിലെയാണ് അറിഞ്ഞത്. ഞാൻ പിന്നെ 2 മണിക്ക് ബോഡി കൊണ്ടുവരുമ്പോൾ ഞാൻ കാണാൻ പറ്റാത്തൊരു സ്ഥിതിയായിപ്പോയി ബോഡി. അമൃത വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്തുള്ള വീടുകളിലെ ഫോണിൽ നിന്നും ഇർഷാദിന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇർഷാദിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് തന്നെയായിരിക്കണം അമൃത പിന്നീട് നീങ്ങിയിട്ടുള്ളത്. കുറച്ചപ്പുറത്തെ വീട്ടിൽ നിന്ന് ഫോണുമായിട്ട് വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഫോണുമായി വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരേ നമ്പർ തന്നെയാണ്. നോക്കുമ്പോൾ ആ പോലീസ് കൊടുത്ത് നോക്കുമ്പോൾ അതേ നമ്പർ. മൊബൈൽ അന്നേരം തന്നെ പോലീസിന് കൊടുക്കുകയും ചെയ്തിട്ട് വളരെ പോലീസിന് അന്നേരം തന്നെ ഏൽപ്പിച്ചു കൊടുത്തേക്ക്. പിന്നെ അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ മകൾ ഒരിക്കലും മരിക്കാൻ തയ്യാറില്ല. അവൾ പോലീസാണെന്ന് പറഞ്ഞ് നടക്കുന്ന മോളാണ്. ഇവരെ പ്രേരിപ്പിച്ച് ഇവളെ എന്തോ പ്രേരിപ്പിച്ച് കൊണ്ടുപോയി അപായപ്പെടുത്തി തന്നെയാണ്. അല്ലാണ്ട് അവൾ മരിക്കൂല, ഒരിക്കലും മരിക്കൂല. മരിക്കുകയൊക്കെ ആവില്ല. ഞങ്ങളെ വിട്ടിട്ടൊക്കെ പോകാനാവില്ല. ഇവർ കൂട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയെന്നല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. മരിക്കണമെങ്കിലും ഒക്കെ ഇതാ റെയിലിതാ നോക്കിയാൽ കാണുന്നു. ഇതാ ഇവിടെ നോക്കിയാൽ എത്ര 100 മീറ്റർ ഉണ്ട്. ഇവിടെ നോക്കിയാൽ കാണുന്നത്. അവിടെ പോയി ചാടിയ പേരെ ഞങ്ങൾ നോക്കിയ സമയത്ത് 5 മണി തൊട്ടിട്ട് 6 മണി 6 മണി വരെ 4 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങളൊരു 200 ആൾ റെയിലിൽ തന്നെ ഉണ്ട്. അവിടെ കാടലുണ്ട് മൊത്തം. അപ്പം ചാടണ പിടിക്കണമെന്ന്. പക്ഷേ റെയിലും ചാടേണ്ട ഒരു പ്രശ്നമൊക്കെ ഇല്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഞാനായിട്ട് ചോദിച്ചിക്കില്ല, ഭാര്യയായിട്ട് ചോദിച്ചിട്ടില്ല. ഫോണ് കിട്ടിയിരിക്കുന്നില്ല സത്യം. അതിപ്പോൾ ഏത് രക്ഷിതാവാലും ഫോണ് കിട്ടിയാൽ ചോദിക്കില്ലേ. ഇവിടെ ഇറങ്ങിപ്പോയി. പക്ഷേ 16 വയസ്സായതുകൊണ്ട് അവർക്കറിയാം അവർ കുടുങ്ങുമെന്ന്, ഉള്ളിൽ ജയിലാവുന്നവർക്കറിയാം, ഞങ്ങൾ പിടിക്കുമെന്ന് അറിയാം. അന്നേരം ഇവിടെ അവരെന്ത് ചെയ്ത് ഇല്ലാണ്ടാക്കിയ. അമൃത പഠിക്കുന്ന സ്കൂളിനടുത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെന്ന് സ്കൂൾ അധികൃതർക്കും നാട്ടുകാർക്കും നന്നായി അറിയാമായിരുന്നെങ്കിലും അതിനെതിരെ വേണ്ടത്ര നടപടികൾ ആരും തന്നെ കൈക്കൊണ്ടില്ല. പൂവാല ശല്യം ജാസ്തിയാണ്. സ്കൂൾ വിടുന്ന ടൈമിന് കറക്റ്റായിട്ട് 3:45 4 മണി കറക്റ്റ് കണ്ടമാനം ആൾക്കാർ, കുട്ടികൾ രാവിലെ സ്കൂൾ വിടുന്ന കറക്റ്റായിട്ട് ആൾക്കാർ ഇവിടെ എത്തും. അത് പല വണ്ടിയിലായിട്ട് ചെറിയ കുട്ടികളെ ഇറക്കുന്നുണ്ട് ഇവിടെ. യാതൊരു ആവശ്യമില്ലാതെ 10-15 ചെറുപ്പക്കാർ എല്ലാ വൈകുന്നേരങ്ങളിൽ അതുപോലെ രാവിലെ വിദ്യാർത്ഥികൾ ശല്യം ചെയ്യുന്ന രീതിയിൽ
സ്കൂളിൻ്റെ പുറത്ത് വരുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പല സ്ഥലത്തു നിന്നും മായിൽ നിന്നും വരുന്നുണ്ട്, കുഞ്ഞിപ്പള്ളിയിൽ നിന്നും വരുന്നുണ്ട്, മുക്കാളിൽ നിന്ന് വരുന്നുണ്ട്, പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. എന്നുവെച്ചാൽ അവരെ കൊണ്ടിട്ടുള്ള ഭയങ്കര ശല്യം. പല പ്രാവശ്യം പറഞ്ഞു അവരോട് ഇങ്ങനെ നിൽക്കല്ലാന്ന്. അപ്പോൾ പോലീസുകാരോടും അവരോട് കുറേ പ്രാവശ്യം ഇവിടെ പറഞ്ഞു, ഒരു ഇതുമില്ല. നമ്മളിപ്പം പ്രാഥമികമായിട്ട് അവിടെ ചില കാര്യങ്ങൾ ബന്ധുക്കളും നാട്ടുകാരും അന്വേഷിച്ചപ്പോൾ ആ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഭൗതിക സാഹചര്യമാണ് ഇത്തരം കുട്ടികളെ വഴിതെറ്റിക്കുന്നതിനുള്ളൊരു സാഹചര്യം ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ബീച്ച് ഏരിയ പ്രവർത്തിക്കുന്ന തൊട്ടടുത്തുള്ള ബീച്ച് ഏരിയ പ്രവർത്തിക്കുന്നതാണ്. അതേപോലെ തന്നെ അവിടെ ഒരു കശുവണ്ടി ഫാക്ടറി എന്ന് തന്നെ വളരെ മുന്നേ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു കശുവണ്ടി ഫാക്ടറി ഉണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ള തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനം ഉണ്ട് എന്നുള്ള പറയപ്പെടുന്ന സ്ഥിതിയുണ്ട്. പിന്നെ സ്കൂളിൽ പെൺകുട്ടികളുടെ അത്രയും ഫോണുകളുണ്ട്. അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഒരു പ്രതികരണം ഉണ്ടായാൽ അതിനെ മറികടക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു പ്രതിരോധം അവിടെയുള്ള പുറമേ നിന്നുള്ള ചെറുപ്പക്കാർ അവിടെ കാണിക്കാറുള്ളത് കൊണ്ട് തന്നെ അധ്യാപകർക്ക് വേണ്ടത്ര രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയാറില്ല. പിന്നെ വൈകുന്നേരങ്ങളിലൂടെ ചെറുപ്പക്കാരെ കടന്നേറ്റ് അവസാനിപ്പിക്കൽ നമ്മളെ പരിധിക്ക് പുറത്താണ്. അത് പുറത്തുള്ള രാഷ്ട്രീയക്കാരും യുവജന സംഘടനകളൊക്കെ ഇടപെട്ടാൽ മാത്രമേ നടത്തൂ. സ്കൂളിൻ്റെ പരിധിക്ക് വെളിയിലാണ്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ പിള്ളേർ കയറുന്ന സ്കൂൾ കുട്ടികളെ കയറുന്ന മുമ്പിട്ട് ടീച്ചർമാരും മാഷ്മാർ ബസ് കയറി പോയി കളയാം. ഈ പിള്ളേരെ സ്കൂൾ കുട്ടികളെ കയറ്റാണ്ട് ടീച്ചർമാരുടെ ബസ്സാണ് കയറി പോകുന്നത്. കുട്ടികൾക്കൊരു ഇതുമില്ല. കുട്ടികളെ തോന്നിയ കളിയാവും. സ്കൂൾ വിട്ട് സ്പോട്ടിൽ ഫോൺ കൊണ്ട് കളിക്കലാം. പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും. അവിടെയുള്ള അധ്യാപകന്മാരായാലും അതുപോലെ തന്നെ അവിടുത്തെ PTA വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാത്ത ഒരു സ്കൂളാണ്. അവിടെ കുട്ടികളെ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റ് സ്കൂളുകളിൽ നിന്നും പ്രവേശനം ലഭിക്കാത്ത കുട്ടികളാണ് ആ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യവും ഇത്തരം കുട്ടികൾക്ക് പുറമേ നിന്ന് ഇടപെടാൻ കഴിയാവുന്ന ഒരു സാഹചര്യമുള്ള സ്കൂളാണ് ഈ അഴിയൂർ സ്കൂള്. അഴിയൂർ സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥിനികൾക്ക് നേരെയുള്ള ശല്യത്തെപ്പറ്റി ആദ്യമേ തന്നെ പോലീസിൽ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അമൃതയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഒരു ദിവസം ഒരു വാഹനത്തിൽ ഒരു കാറിൽ കയറ്റി ഈ കുട്ടിയെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നിന്നുള്ള ചുമട്ടുതൊഴിലാളികൾ ഇതിനെതിരെ പ്രതികരിക്കുകയും ആ വണ്ടി നമ്പർ ഉൾപ്പെടെ പ്രിൻസിപ്പാളിന് കൈമാറുകയും ചെയ്തപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല. എന്നിട്ട് നമ്മൾ മാഷന്മാരോട് കംപ്ലയിൻറ്റ് ചെയ്തത് അതിൻ്റെ പിറ്റേ തന്നെ. എന്നിട്ട് ടീച്ചറോട് സംഭവം പ്രിൻസിപ്പാൾ വന്നേരം നമ്മൾ പറഞ്ഞ് അന്വേഷിക്കാന്നെല്ലാം പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു അന്വേഷണം ഇല്ല. അതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞാൽ അവിടെയാണ് സംഭവം. നാട്ടുകാർ ഇതുവരെ സ്കൂൾ അധികൃതരുടെ മുന്നിലോ PTA മുന്നിലോ ഇങ്ങനെ പിന്നെ ഈ റാക്കറ്റിനെ കുറിച്ചോ ആളുകൾ പിന്നെ കുട്ടികളെ വലയിലാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചോ ഒരു സൂചന ഇതുവരെ തന്നിട്ടില്ല. ആ സംഭവം അന്നേ അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ സംഭവം നടക്കില്ല. ആ കുട്ടീൻ്റെ മരണത്തിലേക്കുള്ള ഇതിലേക്ക് ഒരിക്കലും പോവില്ല. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പണം നൽകിയും മൊബൈൽ ഫോൺ നൽകിയും ബൈക്ക് വാങ്ങി നൽകിയും വശത്താക്കുന്ന മാഫിയ സംഘങ്ങൾ അഴിയൂർ സ്കൂൾ പരിസരത്ത് മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റിലുമുണ്ടെന്ന് എല്ലാ മാതാപിതാക്കളും ഒന്ന് അറിഞ്ഞിരിക്കുക. അമൃതയ്ക്ക് ഫോൺ കൊടുത്തു, അമൃത ഫോണിൽ കണക്ട് ചെയ്തു എന്ന് പറയുന്ന ഇർഷാദ് എന്ന ആൾ ഉൾപ്പെടെയുള്ള ആളുകൾ സാമ്പത്തികമായി വളരെ പിന്നോട്ടുള്ളൊരവസ്ഥയിലാണ് അവരുടെ ജീവിത ചുറ്റുപാട്. അവൻ്റെ കുടുംബത്തിനെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവൻ 2 ലക്ഷം റുപ്യേൻ്റെ ബുള്ളറ്റ് ആയിട്ടാണ് പോകുന്നത്. വീട് പോയിട്ട് ഇവിടെ ഒരു കണ്ടു നോക്കുമ്പോൾ സാധാ ചെറിയ ചെറ്റക്കുടിയിൽ അത്ര പോലും ഇല്ല, ചെറ്റക്കുടിയിൽ പോലും ഇല്ല. ഇവർക്ക് സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരാണ് ഇവരൊക്കെ. പക്ഷെ ഇവർ ഇത്രയും വില കൂടിയ ബൈക്കുകളും വില കൂടിയ ഫോണുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവരുടെ ഈ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് കുട്ടികൾ ഇതിനായിട്ട് കുട്ടികളെ വലയിലാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവർക്ക് മറ്റ് സമൂഹത്തിൻ്റെ പിന്തുണയോ ഇതൊന്നുമില്ല. കുറച്ച്
പണക്കാരായ കുട്ടികൾ മാത്രമാണ് ബൈക്കുമായിട്ട് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് അത് ഇവിടെ സൗകര്യമില്ല, വേറെ സ്കൂളിൽ പോകുന്നു എന്നുള്ള ഇതേ ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥി ഹൈസ്കൂളിൽ എത്തുമ്പോൾ ആ കുട്ടികളെ എങ്ങനെയും വശീകരിക്കുന്ന സമയമാണ്. അപ്പം മയക്കുമരുന്ന്, അതുപോലെ തന്നെ മയക്കുമരുന്ന്, മദ്യം, പിന്നെ കഞ്ചാവ്, അതുപോലുള്ള പിന്നെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ പിന്നെ ആൺകുട്ടികളെ അടക്കം ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള പ്രവണതകൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിക്കുന്ന റാക്കറ്റുകൾ എന്നാൽ തന്നെ മിക്ക സ്കൂളിൻ്റെ പുറത്ത് എന്നാൽ തന്നെ പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു പിന്നെ റാക്ക് പ്രവർത്തിക്കുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഈ കുട്ടിയുടെ ആത്മഹത്യ ഈ മരണത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പ്രശ്നം അറിയുന്നത്. പക്ഷേ അവിടെയുള്ള ചില അധ്യാപകർക്കൊക്കെ ഇത്തരം കുട്ടികളെ പറ്റി അറിയാം, പുറമേയുള്ള ഭാഗത്തു നിന്ന് കുട്ടികൾ ഇടപെടുന്നതായിട്ട് അറിയാം. പക്ഷേ അവർ ഇവരുടെ ഈ ഭീഷണി മൂലമോ അല്ല അവരുടെ ഗ്രൂപ്പ് സമ്മർദ്ദം കൊണ്ടോ അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അമൃത എന്ന കുട്ടിയെ ഈ ബൈക്കും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൽ അമിത ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ വീണുപോയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അമൃതയുടെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ കേസിൽ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പോലീസും ഒന്നും കൂടി ജാഗ്രത, ഇത്ര പിന്നെ ഈ അണ്ടിക്കമ്പനി ബീച്ച് അതുപോലുള്ള പ്രദേശങ്ങൾ, ഇപ്പം മടപ്പള്ളിയാണെങ്കിലും അതുപോലുള്ള പ്രദേശങ്ങൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ ഒന്നും കൂടി ജാഗ്രതയോടെ പ്രവർത്തിക്കണം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്ര റാക്കറ്റുകൾ എന്ന നിലയിൽ തന്നെ വരുമ്പോൾ അവരുടെ ആ റാക്കറ്റുകൾ വരുന്നത് സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാണ്. ഈ റാക്കറ്റുകൾ എന്നാൽ തന്നെ ഓരോ കുട്ടിയുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇപ്പം നമ്മളവിടെ പ്രാഥമികമായിട്ട് ചില അന്വേഷണം നടത്തിയപ്പോഴേക്കും മറ്റു ചില കുട്ടികളും ഇങ്ങനെയുള്ള ഇവരുടെ വലയിൽ വീണതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ പോലീസ് അധികാരികളുടെയും അത്തരം കുട്ടികളുടെ രക്ഷിതാക്കളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ആ റിപ്പോർട്ടുകൾ നമ്മളെ സമൂഹത്തിൽ തന്നെ നമുക്ക് വലിയ രൂപത്തിലുള്ള ഒരു പ്രയാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ കുട്ടിയെപ്പറ്റി തന്നെ വളരെ മോശമായ രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നവമാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ പുറത്ത് വലിയ രീതിയിലുള്ള പ്രചരണം ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് യഥാർത്ഥ വസ്തുത എന്താണെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായ രീതിയിലുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇത്തരം പ്രചരണം നടത്തി ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. ഇത്തരം പോസ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്ന ആളെ പോലെ തന്നെ ഈ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതും കുറ്റകരമാണ്. ആ അത്തരത്തിൽ ഷെയർ ചെയ്ത ആളുകളെ പറ്റിയുള്ള അന്വേഷണവും നടന്നു വരികയാണ്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ പൊതുസമൂഹത്തിൽ കടത്തിവിട്ടുകൊണ്ട് ഈ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് ഇങ്ങനെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ഒരു നിലപാടുകളിലേക്കും കൂടി ഈ പ്രചരണം സഹായിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ദിവസം ഒരു വാഹനത്തിൽ ഒരു കാറിൽ കയറ്റി ഈ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ സമയത്ത് അവിടെ നിന്നുള്ള ചുമട്ടുതൊഴിലാളികൾ ഇതിനെതിരെ പ്രതികരിക്കുകയും ആ വണ്ടി നമ്പർ ഉൾപ്പെടെ പ്രിൻസിപ്പാളിന് കൈമാറുകയും ചെയ്തപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല. സ്കൂളുകളും സ്കൂൾ പരിസരങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുട്ടികളെ വഴിതെറ്റിക്കുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികളെ ഇല്ലാതാക്കാനുള്ള കടമ സ്കൂൾ അധികൃതർക്കോ പോലീസുകാർക്കോ മാത്രമല്ല ഓരോ പൗരനുമുണ്ട്. പ്രതികരിക്കണം. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചേ മതിയാവും. പിന്നെ ഇപ്പോഴത്തെ കുഴപ്പം ഈ കുട്ടികൾ ബൈക്കിൽ വരുന്നതോ കാര്യങ്ങളോ തടയുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അവർ പാരൻസിന് കുറേ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ സജീവമാക്കുക എന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ സ്കൂളുകളിലെയും 500 കുട്ടികളുടെ മേലെയുള്ള സ്കൂളുകളിലെ കുട്ടികളെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നൊരു സംവിധാനം നടപ്പിലാക്കണം എന്ന് നിയമപരമായിട്ട് ഒരു തീരുമാനം വന്നിട്ടുണ്ട്. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന സംവിധാനം തന്നെ കോഴിക്കോടിൻ്റെ സൃഷ്ടിയാണ്. കോഴിക്കോട് ഞങ്ങൾ 10 സ്കൂളുകൾ തുടങ്ങി വെച്ചതും പിന്നീട് അത് സ്റ്റേറ്റ് ഏറ്റെടുത്തതുമായതാണ്. കാരണം അന്ന് ചെയ്യുന്നതിൽ ഒരു സ്കൂളിൻ്റെ 100 മീറ്റർ പരിധി സുരക്ഷിതമാക്കുക. 100 മീറ്റർ പരിധി സുരക്ഷിതമാക്കുമ്പോൾ അവിടെയുള്ള ഇൻ്റർനെറ്റ് കഫേകളുടെ ഉയരം കുറയ്ക്കുക, കുട്ടികൾക്ക് മൊബൈൽ രഹസ്യമായി സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ, ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിനെ നിർത്തുക, ബൈക്കുകളും മറ്റും കാര്യങ്ങളും സ്കൂളിലേക്ക് വരാതെ അടുത്ത വീടുകളിൽ കയറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് തടയുക, പിന്നെ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ വാണ്ടറിങ്, അവിടുത്തെ സ്കൂളിൻ്റെ അടുത്തുള്ള കച്ചവടക്കാർ, തൊഴിലാളികൾ, ഹെഡ് ലോഡ് വർക്കേഴ്സ്
ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇവരുടെയൊക്കെ പ്രതിനിധികൾ ചേർന്നുകൊണ്ടും ആ പരിസരത്തെടുക്കുന്ന രക്ഷകർത്താക്കളുടെ ഗ്രൂപ്പ് ചേർന്നുകൊണ്ടും ഒരു കമ്മിറ്റി എന്ന രീതിയിലേക്കാണ് ഇത്തരം ഒരു സംവിധാനം പോകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളെ നശിപ്പിക്കുന്ന ഇത്തരക്കാരെ ഇല്ലായ്മ ചെയ്യുന്നതിന് കോഴിക്കോട് പോലീസ് ഡിപ്പാർട്ട്മെന്റും പൊതുജനങ്ങളും ചേർന്ന് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ലഹരി മരുന്ന് ഉപയോഗം ഉൾപ്പെടെയുള്ള ഒട്ടനവധി കേസുകൾ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കുട്ടികളെ വശീകരിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ഇപ്പോൾ ഇവിടെ മാത്രമല്ല പൊതുവേ നമ്മൾ വരുന്നതുകൊണ്ടാണ് നമുക്കൊരു 4-5 വർഷം മുമ്പ് തന്നെ പോലീസും പൊതുജനങ്ങളൊക്കെ കൂടി കോഴിക്കോട് സിറ്റിയിൽ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നൊരു പ്രോഗ്രാം തന്നെ തുടങ്ങിയത്. അന്ന് കുട്ടികളെ മയക്കുമരുന്നിന് ഉപയോഗിക്കുന്നതും മയക്കുമരുന്നിലൂടെ ഉപയോഗത്തിലൂടെ കുട്ടികളെ മറ്റു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെയായിട്ട് ഒരു നിരവധി കേസുകൾ നമ്മുടെ സിറ്റിയിൽ തന്നെ കോഴിക്കോട് സിറ്റിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിന് മാറ്റം വരുത്താൻ വേണ്ടിയാണ് നമ്മൾ കോ എഡ്യൂക്കേഷൻ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയും സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുത്തുകൊണ്ടും പാരൻസിനെ ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ വീടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന കാര്യം അവർ ഇത്ര സംഭവം അറിയുന്ന ഘട്ടങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഇത്ര നമ്മൾ വിശ്വസിക്കുകയാണ് എൻ്റെ മകൾ തെറ്റ് ചെയ്യില്ല, എൻ്റെ മകൻ തെറ്റ് ചെയ്യില്ല എന്ന ഒരു ധാർഷ്ട്യത്തിൽ തന്നെയാണ് നമ്മൾ പലപ്പോഴും ഉള്ളത്. അപ്പോൾ നമ്മൾ ഏത് കുട്ടിയും തെറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരം നിങ്ങളൊരു ആരോപണങ്ങൾ വന്ന സ്ഥിതിക്ക് നമ്മൾ ആ സ്കൂളുകളും മാത്രമല്ല എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം നമ്മൾ നടത്തി വരുന്നുണ്ട്. ഇതുതന്നെയായിരുന്നു കോന്നിയിലെ 3 പെൺകുട്ടികൾക്കും സംഭവിച്ചത്. മാതാപിതാക്കളോട് സ്നേഹത്തോടെയുള്ള ഒരു ഏറ്റുപറച്ചിലിൽ തീരുമായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം. ഇനിയും ഇതുപോലുള്ള പ്രണയ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ദുരൂഹ സാഹചര്യത്തിൽ അമൃത മരിക്കാനുണ്ടായ കാര്യത്തെപ്പറ്റി വ്യക്തമായ അന്വേഷണം നടത്തുകയും അതിൽ കുറ്റവാളികളവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി മാതൃകയായി ശിക്ഷിക്കണമെന്നും ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ പോലും ഇങ്ങനെയൊരവസ്ഥ ഒരു രക്ഷിതാവിനും ഉണ്ടാകരുത് എന്നാണ് നമുക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്. എല്ലാ തലങ്ങളിലെ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വരാതിരിക്കാൻ വേണ്ടി യാതൊരുവിധ ഇടപെടലും നടത്താതെ തന്നെ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം പോലീസ് അധികാരികൾ നടത്തി കുറ്റക്കാർക്ക് എതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്ന രൂപത്തിലുണ്ടാകണം. പിന്നെ സഹിക്കുന്നതിലായിട്ട് വിളിപ്പം എന്താ ചെയ്യുക? ഇനി ഇത് വേറൊരു രക്ഷിതാവിന് ഉണ്ടാകാറ്. തങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോകില്ല എന്ന ഉറപ്പിൽ മക്കളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുക. മക്കളുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട് വഴിതെറ്റാനുള്ള അനേകം വഴികൾ. മക്കൾ സഞ്ചരിക്കുന്ന വഴികളും കൂട്ടുകെട്ടുകളും മാതാപിതാക്കളും അറിയുക തന്നെ വേണം.